ഗുഡ് ആഫ്റ്റർനൂൺ. വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് വന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എല്ലാവരും ഇത്രയും പേരെ ഇപ്പൊ ഓൾറെഡി 54 പേര് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഒരു നല്ല ദിവസമാണ്. എല്ലാവരും ലക്കി ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പം നമ്മുടെ സൂം മീറ്റ് 4 to 5:36 വരെയുള്ള സൂം മീറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലതായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. നല്ലത്. ഓരോ ദിവസത്തെ ടോപ്പിക്ക് വളരെ നല്ലതായിട്ട് നമുക്ക് യൂസ്ഫുൾ, ഹെർബലൈഫ് ബിസിനസിന് യൂസ്ഫുൾ ആയിട്ട് ഉള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശരിക്കും അതൊരു കണ്ടിന്യൂറ്റി പോലെ, ഇപ്പൊ ഒരു 4-5 ദിവസമായിട്ട് നടക്കുന്ന ടോപ്പിക്സ് ഒരു കണ്ടിന്യൂറ്റി പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അന്നേരം ഇന്നത്തേത് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ ബിസിനസ് വേഴ്സസ് ഹെർബലൈഫ് ബിസിനസ്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇത് നമുക്ക് എടുക്കാൻ പോകുന്നത് എക്സൈറ്റ് ആയിട്ട്, പെർഫെക്റ്റ് ആയിട്ട്, സൂട്ടബിൾ ആയിട്ടുള്ള ആള് തന്നെയാണ്. കാരണം ഈ ട്രഡീഷണൽ ബിസിനസ്സും ഹെർബലൈഫ് ബിസിനസ്സും ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സ്പീക്കറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് അവർ ഇന്റർനാഷണൽ ഗെറ്റ് ടീം 2500 RO, our Ashok sir. Sir, we are heartily welcome. We are eager and waiting for your valuable classes. So Zoom is on you, sir. Please. Thank you, Joji, for your warm welcoming and wish you all a wonderful day. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു മീറ്റിംഗ്, ഇതിനകത്ത് നമ്മളുടെ ഹെർബലൈഫ് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഉള്ള ആളുകളുണ്ടാവും, പുതിയ ആളുകളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, എക്കണോമിക് ക്രൈസിസ്, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പ്രളയം, പിന്നെ GST ഇഷ്യൂ, ക്യാഷ് ഇഷ്യൂ, ഇപ്പം വന്നിട്ട് COVID-19, അതിലെല്ലാവരും ലോക്ക്ഡൗൺ പീരീഡിലിരിക്കുന്നൊരു സന്ദർഭം. അപ്പോൾ പല ആളുകളും അവരുടെ ജോബ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ബിസിനസ് സെക്യൂരിറ്റി, ഇതെല്ലാം പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഈ ഒരു സിറ്റുവേഷൻ എത്ര കാലം ഇപ്പം നീണ്ടു നിൽക്കും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ എത്ര പേർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടും, അതുപോലെ തന്നെ ബിസിനസ്സിൽ എന്തെല്ലാം സംഭവിക്കും, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ ആളുകൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മളെ ട്രഡീഷണൽ ബിസിനസ്സും ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഈ ഓപ്പർച്യൂണിറ്റിയും എന്താണ്, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനൊരു സാഹചര്യം, ഇതിനു വേണ്ടി അവസരം ഒരുക്കി തന്ന, ഇപ്പം നമ്മൾക്ക് ഈ സൂം കോൾ മീറ്റിങ്ങിന് അവസരം ഒരുക്കി തന്ന നമ്മുടെ മെൻറ്റർ, ട്രെയിനർ എല്ലാമായ സുന്ദർ സാർ ആൻഡ് മീനാക്ഷി മാഡം, അവർക്ക് ആദ്യമായിട്ട് ഞാൻ താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജി, ഈ സൂം മീറ്റിംഗ് ടെക്നോളജി നമുക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ ജെറാൾഡ് ബെനോ സാർ, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, അവരുടെ അസോസിയേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു. നമുക്ക് നമ്മളെ പ്രോഗ്രാമിലേക്ക് കടക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മാർക്യൂസ്, ഈ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി, ഹെർബലൈഫ് ന്യൂട്രീഷൻ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് എത്തിച്ചെന്ന മാർക്യൂസിന് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ കമ്പനി ഹെർബലൈഫ് ന്യൂട്രീഷൻ, നമ്മുടെ കമ്പനിയുടെ പേര് ഹെർബലൈഫ് ന്യൂട്രീഷൻ എന്നാണ്. ഇന്ത്യയിൽ ഏകദേശം 20 വർഷം കവർ ചെയ്തു. ലാസ്റ്റ് ഇയർ 20th ആനിവേഴ്സറി ആയിരുന്നു. ഇപ്പോൾ 21ാമത്തെ വർഷത്തിലേക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്തു വരുന്നുണ്ട്, ഫങ്ഷൻ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ വൈ ഹെർബലൈഫ്, എന്തുകൊണ്ട് ഹെർബലൈഫ്?
ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി എല്ലാം എന്താണ് സ്റ്റോറിയിലാണ് തുടങ്ങുന്നത് അല്ലേ? എല്ലാത്തിനും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോറി വലിയ നീളത്തിലല്ലാതെ കുറച്ച് ചുരുക്കിയിട്ട് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഇപ്പം നമുക്കെല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? എന്താണ്? ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ ഹെൽത്തും വെൽത്തും ഉണ്ടെങ്കിൽ ഒരുവിധം നമ്മൾ ഹാപ്പി ആവും. ഇപ്പം ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഇല്ല എങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെൽത്ത് ഉണ്ട്, ഹെൽത്ത് ഇല്ല എങ്കിലും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴും പിന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാനും കൂടെ സാധിക്കുമ്പോഴാണ് മുഴുവനായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അഷ്റഫ് KP. എനിക്ക് ഏകദേശം 52 വയസ്സ് കഴിഞ്ഞു. 53ാമത്തെ വയസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കൊറിയർ ബോയ് ആയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി നമ്മൾ 5 മക്കളും ഫാദർ മദർ എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഫാദർ ഒരു ഗൾഫ് റിട്ടേണാണ്. അതിൽ 5 മക്കളിൽ മൂത്ത ആളാണ് ഞാൻ. എൻ്റെ താഴെ 4 പേര്, 2 ആണും 2 പെണ്ണും, ടോട്ടൽ 3 ആണ് 2 പെണ്ണ്. 1988 ഞാൻ ഈ കൊറിയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കൊറിയർ ബോയ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി റൺ ചെയ്തു പോകാനായിട്ടുള്ള മാർഗം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഫാദർ ഗൾഫ് റിട്ടേൺ വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കൊറിയർ. എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ 10th വരെ മലയാളം മീഡിയം പഠിച്ചു. പിന്നെ ഒരു 1 ഇയർ സയൻസ് ഗ്രൂപ്പ്, കാരണം SSLCക്ക് നല്ല മാർക്ക് ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായത് കാരണം സയൻസ് ഗ്രൂപ്പ് കിട്ടി, ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ. പക്ഷേ ഒരു വർഷം മുഴുവനാക്കിയില്ല. പിന്നെ ഒരു വർഷം സിവിൽ എഞ്ചിനീയർ, അതും മുഴുവനായി കംപ്ലീറ്റ് ചെയ്തില്ല. അതിനുശേഷം ഞാൻ വന്നത് ഒരു കൊറിയർ ബോയ് ആയിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഞാൻ വളരെ കമ്മിറ്റഡ് ആയിരുന്നു എൻ്റെ വർക്ക്. കമ്മിറ്റ്മെൻറ്റോടുകൂടി ഞാൻ വർക്ക് നല്ലൊരു ഹാർഡ് വർക്കും ചെയ്യുന്നത് കാരണം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യണം, അതിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൻ്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ആ കൊറിയർ ബോയ് ആയിട്ട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ തന്നെ പാലക്കാട് ഒരു കൊറിയർ സർവീസ് റൺ ചെയ്യാനുള്ളൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, പക്ഷേ 1989 ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. 1990 എനിക്ക് ഫാമിലി റീസൺസിൽ ആ ബിസിനസ്സിന് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് തന്നെ വന്നു, പാലക്കാട് നിന്ന്. വീണ്ടും ഒരു പുതിയ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു ഫോറിൻ ഗുഡ്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ ഒരു ബിസിനസ്സിൽ അന്ന് 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ ഫാദർ വീടിൻ്റെ ഡോക്യുമെൻ്റ് ബാങ്കിൽ വെച്ചിട്ടാണ് ആ ഒരു ബിസിനസ്സിന് പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ആ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ലോസായി. ആ 15,000 രൂപ അന്ന് 1989-90 കാര്യം ഞാൻ പറയുന്നത്. അന്ന് 15,000 രൂപ അതിൽ ലോസായി. വീണ്ടും 1991 അഗെയിൻ ഞാൻ പാർട്ട്ണർഷിപ്പോടുകൂടിയിട്ട് ഫ്രാഞ്ചൈസി, പാലക്കാട് കൊറിയർ സർവീസിൻ്റെ ഫ്രാഞ്ചൈസി നടത്താനൊരു ഓപ്പർച്യൂണിറ്റി കൂടെ എനിക്ക് കിട്ടി. അതിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത കാരണം, നല്ല ഹാർഡ് വർക്ക് ചെയ്ത കാരണം ബിസിനസ് ഡെവലപ്പായി. പുതിയൊരു ഓഫീസ്, ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ഓഫീസ് 1997 എനിക്കൊരു വെൽ ഫർണിഷ്ഡ് ആയിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിക്ട് ഹെഡ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളാണ്. അന്നത്തെ എൻ്റെ രൂപം ഇതാണ്. ഏകദേശം 97 എന്ന് പറയുമ്പോൾ 22-25 വർഷം മുമ്പുള്ള എൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു. ഓക്കെ, ദെൻ ഇതിൽ കുറച്ച് ബിസിനസ്സൊക്കെ കുറച്ച് ഡെവലപ്പായി വന്നപ്പോൾ കുറച്ച് പൈസ ഒക്കെ ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഐഡിയ വന്നു. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് നമ്മുടെ നാട്ടിൽ തന്നെ കോഴിക്കോട് ചെറുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, എൻ്റെ നാട് ചെറുവണ്ണൂരാണ്, കോഴിക്കോട്. അവിടെ എക്സലൻറ്റ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് റെഡിമെയ്ഡ് ഷോപ്പ് വിത്ത് ടെക്സ്റ്റൈൽസ്
ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു 3 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ബിസിനസ് ലോസിലേക്ക് പോയി. ഏകദേശം 16 ലക്ഷം രൂപയോളം ഇതിനകത്ത് ലോസ് വന്നു ഈ ബിസിനസ്സിനകത്ത്. ഓക്കെ, ഇത് എൻ്റെ ബോസ് പ്രൊഫഷണൽ കൊറിയേഴ്സ്, ഇദ്ദേഹമാണ് എനിക്ക് കൊറിയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നത്. ഇത് എൻ്റെ ബ്രദറിലോ ഷോപ്പിൽ, ഇതെൻ്റെ പ്രൊഫഷണൽ കൊറിയേഴ്സിൻ്റെ പാലക്കാട് അക്കൗണ്ട്സ് മാനേജർ. ഓക്കെ, അങ്ങനെ കൊറിയർ സർവീസ് നല്ല രീതിയിൽ, കാരണം എൻ്റെ ഫുൾ ഇൻവോൾവ്മെൻറ്റും ഇതും ഉള്ളത് കാരണം അത് നല്ല രീതിയിൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ അത് ഫങ്ഷൻ ചെയ്തു. അതിൽ നല്ല ഏണിങ്സ് വന്നു തുടങ്ങിയപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങി. തരക്കടില്ല 2003 ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് പാർട്ട്നേഴ്സ് ചേർന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തരക്കേടില്ലാത്ത ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, അങ്ങനെ വീണ്ടും 2006 വേറൊരു പുതിയ ബിസിനസ്, ടേപ്പ് മാനുഫാക്ചറിങ്, പാലക്കാട് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു ടേപ്പ് യൂണിറ്റ് നമ്മൾ വാങ്ങി. നമ്മുടെ ഹാർഡ് ക്യാഷ് കൊടുത്തിട്ട് ഒരു ടാപ്പ് യൂണിറ്റ് വാങ്ങി. ഏകദേശം 3-4 പേര് ചേർന്നിട്ടാണ് 1.5 കോടിയോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ടാപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ്. എന്നാൽ അതിനകത്ത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടും അതിനകത്ത് ആദ്യം അതൊന്ന് പഠിച്ചു വരാം. കാരണം നമ്മൾ അറിയാത്തൊരു കാര്യത്തിൽ പോയിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടായി. കാരണം നമുക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും പഠിച്ചു വരാൻ തന്നെ 1 വർഷത്തിൽ കൂടുതലെടുത്തു. ഈ സമയം കൊണ്ട് തന്നെ നല്ലൊരു പൈസ ലോസായി. അപ്പോൾ അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെക്ടിഫൈ ചെയ്ത് വരാനായിട്ട്. അപ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ലോസിലേക്ക് അത് പോയിട്ടുണ്ടായിരുന്നു. ദെൻ അത് വന്ന് ഒരു 2.5 കോടി 3 കോടി രൂപയോളം ലയബിലിറ്റി ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു യൂണിറ്റ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതേ സമയത്ത് തന്നെ 2006 എനിക്കൊരു മകൻ, മാരേജ് കഴിഞ്ഞൊരു 15 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മകൻ ഉണ്ടാകുന്നത്. അത് തന്നെ ഒരു ഇക്സി എന്നൊരു പ്രോസസ്സിലൂടെ ആണ് എനിക്കൊരു മകനെ കിട്ടുന്നത് 2006. ഇത് ഞാൻ പറയാൻ ഒരു പ്രത്യേകിച്ച് കാരണമുണ്ട്. ഓക്കെ, ദെൻ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഒരു വീട് വെക്കുമ്പോൾ എങ്ങനത്തെ ആയിരിക്കും, പഴയമയും പുതുമയും ചേർന്നിട്ടുള്ളൊരു വീട്, അതായിരുന്നു എൻ്റെ മോഹം. എന്തായാലും 2008 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതോടൊപ്പം എൻ്റെ കൊറിയർ ബിസിനസ് എന്നുള്ള ഇൻകത്തിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റി. 2008 അത് റിയാലിറ്റി ആയി വീട്. ഓക്കെ, ഇപ്പോൾ 2013 അതുപോലെ തന്നെ വേറൊരു പ്രോജക്റ്റ്, വില്ല പ്രോജക്റ്റ്, അതൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. വില്ലാസ് ആൻഡ് റിസോർട്ട് ഊട്ടിയിൽ ഏകദേശം 24 ഏക്കറിലായിരുന്നു ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മളൊരു 3-4 പാർട്ട്നേഴ്സ് ചേർന്നിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിന് അസോസിയേഷൻ കറക്റ്റ് അല്ല എങ്കിൽ, എല്ലാത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെ, അസോസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ബിസിനസ് ഒരിക്കലും നമുക്ക് സക്സസ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അപ്പോൾ 2013 വില്ല പ്രൊജക്റ്റ് സ്റ്റാർട്ട് 24 ഏക്കറിൽ. ഇതാണ് അതിൻ്റെ മോഡൽസ്, അതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് തുറന്നിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് പാലക്കാട് ഫേസ് പ്രോപ്പർട്ടീസ് ആൻഡ് റിസോർട്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇതാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. ഓക്കെ, ഇത് ചെയ്തു. ഇതും പക്ഷേ വിചാരിച്ച രീതിയിൽ നമുക്കത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പാർട്ട്നേഴ്സിൻ്റെ ഇഷ്യൂ കാരണം ഈ ഒരു പ്രൊജക്റ്റും മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പല ബിസിനസ്സുകൾ ലോസിൽ, പക്ഷേ എൻ്റെ അടിസ്ഥാന ബിസിനസ് കൊറിയർ സർവീസ് മാത്രം എനിക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അതിൽ എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള കാര്യം അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5 പൈസ റിട്ടേൺസ് ഇല്ലാത്തൊരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് 2013 എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നെ ഹെർബാലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. നല്ല ഹെൽത്ത് ഉണ്ടാവും, നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങളൊന്ന് വന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ന്യൂട്രീഷൻ സെൻ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം എന്നെ ഒരുപാട് പ്രാവശ്യം ക്ഷണിച്ചു, ഒരു 8-9 പ്രാവശ്യം ക്ഷണിച്ചിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. എനിക്ക് പ്രത്യേകിച്ചിട്ട് അതിൽ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശരി ഇത്രയും വിളിക്കുന്നല്ലോ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പാലക്കാട് ഫസ്റ്റ് ന്യൂട്രീഷൻ സെൻറ്റർ കുന്നത്തുറും വീട് അവിടെ പോയിട്ട് അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കൗൺസിലിംഗ് തന്നു.
ആ കൗൺസിലിങ്ങിലൂടെ ഇപ്പോൾ ഞാൻ അത് പിന്നെ അവിടെ ഒരുപാട് ആളുകളുടെ റിസൾട്ട്, അപ്പോൾ അത് കണ്ട് ഞാനത് വിശ്വസിച്ച് ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ, ഞാനൊരു 12 വർഷമായിട്ട് ഡയബറ്റിക് ആയിരുന്നു, 2 നേരം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. കാലത്ത് ഒരു 7:30 മണിക്ക് 7 മണി 7:30 മണിക്കൊക്കെ ഉണരും, പക്ഷേ എഴുന്നേൽക്കുന്ന 8:30 മണി 9 മണിയാവും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. അത്രയും ക്ഷീണമായിട്ട് അങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഒരു ദിവസം എൻ്റെ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മുതൽ 15 ചായ വരെയൊക്കെ ഞാൻ കുടിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും ചായ കുടിക്കും. അതുപോലെ തന്നെ ഈറ്റിംഗ് ഹാബിറ്റ് വളരെ മോശം ആയിട്ടുള്ളൊരു ഈറ്റിംഗ്. 3 നേരം, മിക്കവാറും 3 നേരമൊക്കെ ഹോട്ടൽ ഭക്ഷണം, 2 നേരം എന്തായാലും ഹോട്ടലിലാണ്, എന്നാൽ 3 നേരമൊക്കെ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന അതും മറ്റേ ചിക്കനും മട്ടനും ഡ്രൈ ഫ്രൈയും അതുപോലുള്ള സാധനങ്ങളാണ് കഴിക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. ബാക്ക് പെയിന് കാരണം മെല്ലെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ, മെല്ലെ നിവരാൻ പറ്റുള്ളൂ. ഈ ഒരു കണ്ടീഷനിലാണ് ഞാൻ ആക്ച്വലി ന്യൂട്രീഷൻ ക്ലബ്ബിൽ പോകുന്നത്. എനിക്ക് പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഡേ തന്നെ എൻ്റെ ചായ കൂടി കംപ്ലീറ്റ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് എന്നെ വല്ലാതെ എന്താ പറയുക, എനിക്കൊരു ഭയങ്കര ഒരു അതിശയം തോന്നി. അങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരാഴ്ച ആയപ്പോഴേക്കും എൻ്റെ ഷുഗർ ലെവൽ മെല്ലെ കുറയാൻ തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടുത്തെ വെൽനസ് കോച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യം കൃത്യമായി ഫോളോ ചെയ്യും. ഫുഡ് എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള റിസൾട്ടാണ്. 20 ദിവസമായപ്പോഴേക്ക് തന്നെ ഞാൻ എൻ്റെ വൈഫിനെയും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടുന്ന് ഇത് കണ്ടിന്യൂ ചെയ്തു. ഇതാണ് എൻ്റെ ബിഫോർ പിക്ചർ എന്ന് പറയുന്നത്. ഞാൻ ന്യൂട്രീഷൻ എടുക്കുന്നതിന് മുമ്പ് ഇതായിരുന്നു എൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് 18 കിലോ, എൻ്റെ എക്സസ് വെയിറ്റ് 18 കിലോ എനിക്ക് ഈ പ്രോഗ്രാമിലൂടെ കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതെൻ്റെ ആഫ്റ്റർ 18 കിലോ കുറച്ചതിൻ്റെ. അപ്പോൾ ഇതാണ് റിസൾട്ട്, ഹെർബാലൈഫ് റിസൾട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക്കിന് വേണ്ടി മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, യങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതെൻ്റെ വൈഫിൻ്റെ ബിഫോർ പിക്ചർ, ആഫ്റ്റർ. 20 കിലോ വൈഫ് ലൂസ് ചെയ്തു. വൈഫ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, 9 ആയിരുന്നു തൈറോയ്ഡ്. ഇപ്പം തൈറോയ്ഡ് വന്നിട്ട് 2.5 നിൽക്കുന്നുണ്ട്, നോർമലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ ഫാമിലി ഫോട്ടോ ബിഫോർ റിസൾട്ട്. ഇതെൻ്റെ മകൻ എനിക്ക് 15 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. മകന് ഞാൻ 9ാമത്തെ വയസ്സ് മുതൽ ഈ ഷെയ്ക്ക് കഴിക്കുന്നു. അവനിപ്പോൾ 14ാമത്തെ, ഏകദേശം 5 വർഷത്തോട് അടുപ്പിച്ചിട്ട് എൻ്റെ മകനും ഈ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ ഫുഡാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം താങ്ക്സ് പറയേണ്ടത് വണ്ടർഫുൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഞാൻ 9 മാസം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ വരുന്നത്. ആക്ച്വലി ഞാനിതിൽ അസോസിയേറ്റ് ആവുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല, പ്രോഡക്റ്റ് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ആക്ച്വലി ഹെർബാലൈഫ് അസോസിയേറ്റ് ആവുന്നത്. ഹൈ ഡിസ്കൗണ്ട് കിട്ടുന്നതിന്, 42% പ്രോഡക്റ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ അസോസിയേറ്റ്. പക്ഷേ ആ അസോസിയേറ്റ് ആയതിനു ശേഷം ഒരു വെൽനസ് സെമിനാർ കോയമ്പത്തൂരിൽ പോയിട്ട് കാണാനിടയായി. അന്നാണ് ഞാൻ ആക്ച്വലി ഈ പ്രോഡക്റ്റിൻ്റെ റിസൾട്ടും ഇതിനകത്തുള്ളൊരു ലൈഫ് സ്റ്റൈലും ഇതിനുള്ളിലൂടെ ആളുകളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് ഞാൻ നേരിട്ട് കാണാനിടയായി. അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ്സായിട്ട് റൺ ചെയ്യാനുള്ളൊരു തീരുമാനം ഞാൻ എടുക്കുകയും അതിനുശേഷം ഞാൻ പല ആളുകൾക്കും ഇത് പ്രൊമോട്ട് ചെയ്യുകയും, ആ പ്രൊമോട്ട് ചെയ്തതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടാതെ തന്നെ നമുക്ക് ഇൻകം ബെനിഫിറ്റ്സ്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ എല്ലാം തന്നെ ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ എൻഡ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം, എൻ്റെ ലൈഫ് സ്റ്റൈൽ, ഹെർബാലൈഫ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സാധാരണ ഒരു നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നല്ലൊരു ലൈഫ് സ്റ്റൈൽ, ഹെർബാലൈഫിന് വന്ന ശേഷമാണ് ശരിക്കും ലൈഫ് സ്റ്റൈൽ എന്താണ് എന്നുള്ളത്
മനസ്സിലാവാൻ തുടങ്ങിയെന്നുള്ള. പൈസ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലേക്കൊന്നും നമുക്ക് അതിനകത്തുനിന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആൻഡ് വൈ യു? അപ്പോൾ എന്തുകൊണ്ട് നമ്മളിപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചൂസ് നമുക്ക് ചെയ്യാം, നോക്കാം എന്താണെന്നുള്ളത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ട്രഡീഷണൽ റീറ്റെയിൽ മോഡൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മാനുഫാക്ചറർ, ഡിപ്പോ വെയർഹൗസ് ഉണ്ടാവും, അതിൽ തുടർന്ന് ഹോൾസെയിൽ ഉണ്ടാവും, റീറ്റെയിൽ ഉണ്ടാവും, അതിനുശേഷമാണ് കൺസ്യൂമറിലേക്ക് ഈ പ്രോഡക്റ്റ് റീച്ച്. അപ്പോൾ ഒരുപാട് കൈകളിലൂടെ വന്നിട്ടാണ് ആ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത്. അതിന് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം അതുപോലെ ഇപ്പോൾ ഡയറക്റ്റ് സെല്ല് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാനുഫാക്ചറർ, ഡയറക്റ്റ് സെല്ലർ ദെൻ കസ്റ്റമർ. ഡയറക്റ്റ് ആണ് സെല്ലിംഗ് നടക്കുന്നത്, എന്താണ് ഡയറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറർ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ അഡ്വർടൈസിങ് ഉണ്ടാവും, പിന്നെ ഇത് കൺസ്യൂമർ നല്ലൊരു സെയിൽസ് ഫോഴ്സ് ഇതിനകത്ത് വേണം. ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ. അതുപോലെ തന്നെ അതിലൊരു നാഷണൽ ഏജന്റ് ഉണ്ടാവും. കൂടാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോൾസെയിലർ ഉണ്ടാവും, ഹോൾസെയിലർ കഴിഞ്ഞാൽ റീറ്റെയിലർ ഉണ്ടാവും. എന്നിട്ടാണ് കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമറുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പോൾ ഇത്രയും ഇടയിലുള്ള ആളുകളുടെയൊക്കെ ഒരു മാർജിൻ ഇതിനകത്ത് പോകുന്നുണ്ട് എന്നുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് വ്യക്തമാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മാനുഫാക്ചറർ, നേരെ ഡിസ്ട്രിബ്യൂട്ടർ, ദെൻ കൺസ്യൂമർ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അപ്പോൾ മാക്സിമം ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇതിനിടയിൽ അഡ്വർടൈസ്മെന്റ് ഇതുമാതിരിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ദ പ്രോഫിറ്റ് മാർജിൻ ഫ്രം കട്ടിംഗ് ഔട്ട് ദി മിഡിൽ മെൻ ആർ പെയ്ഡ് ടു ആർക്ക്? ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ അസോസിയേറ്റ്സിന്. വി കട്ട് ഔട്ട് ദി മിഡിൽ മെനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് മുഴുവൻ പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ആർക്കാണ്? നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്കാണ്. ഇതുപോലെ നമ്മുടെ നെക്സ്റ്റ് ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം അല്ലേ? ഇപ്പം നമുക്കറിയാം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു ചെറിയൊരു പെട്ടിക്കട തുടങ്ങാൻ തന്നെ മിനിമം 1 lakh to 2 lakh ഇൻവെസ്റ്റ്മെൻറ്റ് അതിനാവശ്യമുണ്ട്. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അതിന് കിട്ടുന്ന റിട്ടേൺ എന്താണ്? റിട്ടേണിന് ഒരു പരിധിയുണ്ട് അല്ലേ? 10,000 രൂപ, 15,000 രൂപ, 20,000 രൂപ ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റിയാൽ ആയി. എന്നാൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് റിസ്ക് ഫാക്ടർ 100% റിസ്ക് ഉണ്ട് അല്ലേ? ഇപ്പം നമ്മൾ പല ബിസിനസ്, ഞാൻ തന്നെ പല ബിസിനസ്സും ചെയ്തിട്ടുള്ളതാണ്. അതിൽ തന്നെ ഒരുപാട് പൈസ എനിക്ക് ലോസും നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ 100% റിസ്ക്കും അതിനകത്തുണ്ട്. എമൗണ്ട് നമുക്ക് നല്ലൊരു ഇൻകം അതിൽ ഏൺ ചെയ്യണം, അതിനനുസരിച്ച് റിസ്ക്കും നമ്മൾ എടുക്കണം. എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിന് 0 റിസ്ക് ആണ്. റിസ്ക് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? 0% ആണ്. ദെൻ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് നടത്തണമെന്നുണ്ട്, അതിന് നമുക്ക് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വേണം. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ടേപ്പ് മാനുഫാക്ചർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഹ്യൂജ് എമൗണ്ട് അതിനകത്ത് ലോസ് വന്നു. ആ കമ്പനി ലോസ് ആവാൻ തന്നെ കാരണം നമ്മളെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ്. ഓക്കെ, ദെൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഓക്കെ, ദെൻ നോ ടൈം ഫ്രീഡം. നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ് ആണെന്ന് രാവിലെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ പിന്നാലെ നിൽക്കണം. അപ്പോൾ നമുക്കെന്താ ടൈം ഫ്രീഡം വളരെ വളരെ കുറവാണ്. എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താ? ടൈം ഫ്രീഡം ഉണ്ട്. അപ്പം നമ്മളുടെ ടൈമിനനുസരിച്ചിട്ടും ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ചില സൈഡ്സുകളൊക്കെ ഞാൻ ഡോക്ടർ ബെനോ സാറിൻ്റെ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് ടു ബെനോ സാർ. ഇപ്പോൾ ഒരു എംപ്ലോയി, സെൽഫ് എംപ്ലോയിഡ്, ഇതൊരു കാറ്റഗറി. ദെൻ ബിസിനസ് ഓണർ, ഇൻവെസ്റ്റർ, ഇതൊരു കാറ്റഗറി. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എംപ്ലോയി അല്ലെ സെൽഫ് എംപ്ലോയിഡ് ആണ് 95% ഓഫ് ദി പീപ്പിൾ ആർ എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയിഡ്. ഓക്കെ,
ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ വെൽത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5%, വേൾഡിലെ വെൽത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5% മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. ഓക്കെ, എന്നാൽ 5% പീപ്പിൾ മാത്രമാണ് ബിസിനസ്സിലും ഇൻവെസ്റ്റർ ആയിട്ടുള്ളത്. എന്നാൽ മൊത്തം 95% വെൽത്തും ഈ 5% ആളുകളുടെ കയ്യിലാണ്. പിന്നെ ഈ എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് മോസ്റ്റ്ലി സ്കിൽഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. നല്ല സ്കില്ലും അതുപോലെ നല്ല എഡ്യൂക്കേഷനുള്ള ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി ഈ ഒരു ഫീൽഡിനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, എന്നാൽ നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ നോക്കണം. ഓൾ കാറ്റഗറീസ് ഇൻക്ലൂഡിങ് കോളേജ് ഡ്രോപ്പ് ഔട്ട്സ്. ഇതിനകത്ത് നോക്കാം, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ട്, അതായത് മിനിമം വിദ്യാഭ്യാസമുള്ള ആളുകളും ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്കില്ല്, ഈ ഇപ്പം എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആളുകൾ ഇൻഡിവിജ്വൽ സ്കിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഓണർ അല്ലെ ഇൻവെസ്റ്റർ നോക്കുക, ഒരു ടീം എഫർട്ടാണത്. ഇൻഡിവിജ്വൽ സ്കില്ലിനേക്കാൾ കൂടുതൽ അതിലൊരു ടീം എഫർട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും, ഇൻകം വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതൊരു ആക്റ്റീവ് ഇൻകം ആണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ പോകാത്ത ദിവസം നമുക്ക് എന്താവില്ല, ഇൻകം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അന്ന് കൺസൾട്ടിങ് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഇൻകം ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ടൈം സെല്ലേഴ്സ്, ഇവർ എന്നൊരു ടൈം സെല്ലർ, ഒരുപാട് സമയം ഇവർ ഇതിനകത്ത് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇൻകം, ഇപ്പോൾ ബിസിനസ് അല്ലെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻകം അൺലിമിറ്റഡ് ഇൻകം ആണ്. എത്ര അതിൽ നിന്ന് കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസ് നല്ല രീതിയിൽ വേണം, ഇഷ്ടം പോലെ ഇൻകം കിട്ടാം അല്ലേ, നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെയാണ്. പാസീവ് ഇൻകം, ഇപ്പോൾ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻകം ഓട്ടോമാറ്റിക്കലായിട്ട് വന്നുകൊണ്ടെടുക്കും. പാസീവ് ഇൻകം അതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ അതിനകത്ത് ഇത് ചെയ്യുന്നില്ല എങ്കിൽ പോലും എന്താണ്, ആ ടീം എഫർട്ട് കൊണ്ട് പാസീവ് ഇൻകം വന്നുകൊണ്ടിരിക്കും. ടൈം മൾട്ടിപ്ലൈസ്, നമുക്കിതിനകത്ത് ടൈം മൾട്ടിപ്ലയേഴ്സ്, ടൈം ഇതിനകത്ത് ഒരുപാട് മൾട്ടിപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ട്രാൻസിഷൻ, യു നീഡ് എ ക്യാപിറ്റൽ ആൻഡ് എ സിസ്റ്റം. ഇപ്പം നമ്മൾ ഇപ്പോൾ ജോബിൽ നിന്ന് ഇപ്പോൾ ഒരു സെൽഫ് എംപ്ലോയി ആയി അതിൽ നിന്നൊരു ബിസിനസ് ഓണർ ആവണമെങ്കിൽ എന്ത് വേണം, അതിനകത്ത് നല്ലൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ദെൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. ഇപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈസ് ഓഫ് ഡൂയിങ് ടൈം ലിവറേജ്, ഇതിനകത്ത് നമുക്ക് ടൈം ലിവറേജ് ഉണ്ട്. നമ്മളെ സമയത്തിനനുസരിച്ച് ഇതിനകത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏത് സമയമാണോ അവൈലബിലിറ്റി ആ സമയത്ത് ഇതിനകത്ത് വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് കാലത്തോ ഉച്ചക്കോ വൈകിട്ടോ അതുപോലെ നമുക്ക് ഏത് സമയം നമുക്ക് സൂട്ടബിൾ ആയിട്ട് ടൈമിൽ ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. റെഡിമെയ്ഡ് സിസ്റ്റം, ഇപ്പോൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു റെഡിമെയ്ഡ് സിസ്റ്റം ഉണ്ടാവും. കാരണം നമ്മൾ പുതിയതായിട്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടോ നമുക്കൊരു എക്സ്പീരിയൻസോ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ലോ ഓർ നോ ഇൻവെസ്റ്റ്മെന്റ്, വളരെ ലോ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വെരി ഹൈ റിട്ടേൺ ഓഫ് ഇൻകം, ഒരു ഹൈ റിട്ടേൺ ഓൺ ഇൻകം നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ കിട്ടും. അപ്പം അതുപോലെ തന്നെ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ഇൻകം, ഇതിലൂടെ നമുക്ക് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്നു കൊണ്ടും ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു വിൻ വിൻ ബിസിനസ്സാണ്. വിൻ വിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ ഒരാളുകളെ ഹെൽപ്പ് ചെയ്യുന്നു, അവർ വിൻ ചെയ്യുമ്പോൾ നമ്മളും വിൻ ചെയ്യും. ഇതൊരു വിൻ വിൻ ബിസിനസ്. ഇപ്പം നമ്മളെ ഡൗൺലൈൻ അസോസിയേറ്റ്സ് വരുന്ന സമയത്ത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവർ വിന്നാവുന്നൊരു സാഹചര്യത്തിൽ നമ്മളും വിന്നാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ, എല്ലാവർക്കും ഈക്വൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആൻഡ് സ്റ്റേബിൾ ഇൻകം, നമുക്കൊരു എക്സ്ട്രാ ഇൻകം, നമ്മളിപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും നമുക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പാസീവ്, നമ്മൾ അറിയാതെ തന്നെ ഇൻകം നമുക്ക് വന്നുകൊണ്ടിരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുണ്ട്.
റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടാനുള്ള ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഡ്രീംസ് ഉള്ള ആളുകളാണ് അല്ലേ. ഇപ്പം ആർക്കും ഡ്രീംസ് ഇല്ലാത്തത് ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരുപാട് മോഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഡ്രീംസ് ഒക്കെ നമുക്ക് റിയലൈസ് ആക്കാൻ നമുക്ക് ഏറ്റവും ഓപ്റ്റായിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇപ്പം നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതിനായിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്സ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിലൂടെ നമുക്ക് നമ്മളെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇതിലൂടെ നടക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്. ഇപ്പം നമ്മളൊരു ബിസിനസ് മാൻ ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് മറ്റുള്ള ഒരാളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ ബിസിനസ്സിൽ ഗ്രോ ആവും അല്ല. ഇപ്പം നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്ക് അവർക്കൊരു ജീവിക്കാനുള്ളൊരു ഇൻകം അതിനകത്ത് കിട്ടുന്നല്ല, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാനോ ഉള്ളൊരു ഇതില്ല. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും അവരെ ലൈഫ് സ്റ്റൈൽ മാറ്റാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്സ്, ഇതൊരു ഇമ്പോർട്ടൻ്റ്. പല ആളുകൾക്ക് റെക്കഗ്നേഷൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം നമ്മളെ ലൈഫിനകത്ത് അല്ലെങ്കിൽ നമ്മളെ കരിയറിനകത്ത് റെക്കഗ്നേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ആളുകൾക്കാണ് റെക്കഗ്നേഷൻ എന്ന് പറയുന്ന സംഭവം കിട്ടുക. അപ്പം പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ഒരുപാട് റെക്കഗ്നേഷൻസ് ഓരോരോ സ്റ്റേജിലും ഇതിലൊക്കെ റെക്കഗ്നേഷൻസ് നിറയെ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഹെർബാലൈഫ് ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടും. റിച്ച് ലെഗസി. ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലമുറ കൈമാറും. ഇപ്പം നമ്മളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബിസിനസ്സിൽ ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളെ തലമുറ അത് കൈമാറും. പക്ഷെ അവർക്കത് കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് നമുക്കത് നമ്മളുടെ ത്രൂ നമ്മളെ എന്താ പറയുക തലമുറ അത് കൈമാറിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ബിസിനസ്, റിച്ച് ലെഗസി ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ബിസിനസ്സിനാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും, എപ്പോഴും തനിച്ചായിരിക്കും അല്ലേ. മറ്റേ നെറ്റ്വർക്ക് ഒരുപാട് ഗ്രൂപ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട് ഇതുപോലെ. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി 645 645 ബില്യൺ ബൈ 2025. ഇത് ഫിക്കിൻ്റെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പറഞ്ഞിട്ട് അവരുടെ സ്റ്റഡീൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി 2025 എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഇത് ആക്ച്വലി കുറച്ച് പഴയ ഒരു കണക്കാണ്. ഓക്കെ, 2015 ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് അറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് 18 മില്യൺ യൂത്ത് ബൈ 2025 ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റ് പലർക്കും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ, മോശമായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ചൊന്ന് പഠിക്കുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇതുപോലെ സക്സസ്ഫുള്ളായിട്ടും ഇത് ചെയ്യാൻ പറ്റിയ ബിസിനസ് മോഡൽ വേറെ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം പലതും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2009 ഇപ്പോൾ ഇതുപോലെ ആയിരുന്നു. പണ്ട് നമ്മൾ ദൃശ്യങ്ങൾ മുകളിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ വളരെ പാടുപെട്ട് കഠിനാധ്വാനം ചെയ്ത് ഇതുപോലെ ആയിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് 2019 സ്ഥിതി ആകെ മാറി. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ഒരുപാട് ആളുകൾക്ക്, ഇപ്പോൾ ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾക്ക് അവരുടെ ജോലി ഇതോടൊപ്പം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ടെക്നോളജി വളരുന്നതിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള ആളുകളുടെ അഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ജോലിയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ ഒക്കെ തന്നെ അത് അഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതേതുപോലെ തന്നെ പണ്ട് നമ്മൾ ഈ ടെലിഫോൺ ബൂത്തുകൾ കുറേ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അതൊക്കെ എന്തായി, മൊബൈൽ ഇത് വന്നതോടുകൂടി അതൊക്കെ ഔട്ട്ഡേറ്റഡ്. അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രി പാടെ എടുത്ത് കളയപ്പെട്ടു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും സംഗതികളൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ബിൽ ഗേറ്റ്സ്, വേൾഡിലെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിരുന്ന ബിൽ ഗേറ്റ്സിൻ്റെ ഒരു കോട്ടാണ്
if I would be given a chance to start all over again. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ എനിക്ക് എൻ്റെ കരിയർ തുടങ്ങണം എന്നുള്ളൊരു സാഹചര്യം വരികയാണ്, ഐ വുഡ് ചൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അത്രയും ഒരു സ്കോപ്പ് ഉണ്ട്, അത്ര ഇതുണ്ട്. ഓക്കെ, ഇത് ഒരു പോൾ സെയിൻ ഫിൽസറുടെ ഒരു ഇതാണ്, വെൽനസ് ബിസിനസ് ഈസ് ദ നെക്സ്റ്റ് $1 trillion ഇൻഡസ്ട്രി. അപ്പോൾ ഇത് പറയുന്നത് നോൺ എക്കണോമിക്സ്, മൾട്ടി മില്യണർ എന്റർപ്രണർ, ഓതർ ഓഫ് ബെസ്റ്റ് സെല്ലിംഗ് ബുക്സ്, എക്കണോമിക് അഡ്വൈസർ ഓഫ് 2 US പ്രസിഡന്റ്, എക്കണോമിക് അഡ്വൈസർ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് ഈ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വെൽനസ് ഇൻഡസ്ട്രി ആണ് വൺ ഓഫ് ദ സക്സസ് ബിസിനസ് എന്ന് പറഞ്ഞ് വെൽനസ് ഇൻഡസ്ട്രി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഗ്ലോബൽ ട്രെൻഡ് ഇപ്പോൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒബസിറ്റി ആൻഡ് ഓവർ വെയ്റ്റ്, ഇതൊരു ഗ്ലോബൽ ട്രെൻഡ്, ആഗോള പ്രതിഭാസമാണ്. ഇത് പറയുന്നത് എന്താണ്? ഒബസിറ്റി ആൻഡ് ഓവർ വെയ്റ്റ് പീപ്പിൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ ഏജിങ് പോപ്പുലേഷൻ, പ്രായമുള്ള ആളുകൾ കൂടുതലായി വരുന്ന ഒരവസ്ഥ. കാരണം പ്രായമുള്ള ആളുകൾ കൂടുതലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം, അതായത് നമ്മുടെ ലൈഫ് സ്പാൻ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. പക്ഷേ ഈ ലൈഫ് സ്പാൻ കൂടുമ്പോഴും ഇവർ ഹെൽത്തി ആയിട്ടാണോ, എങ്ങനെയാണ് ആ ലൈഫ് സ്പാൻ കൂടുന്നത്? മിക്കവാറും ആളുകൾ എന്താണ്, മെഡിസിനും ഇതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി മൂലവും അവരുടെ ലൈഫ് നിലനിർത്തി പോവാണ്, ഹെൽത്തി ആയിട്ടല്ലെങ്കിലും നിലനിർത്തി പോവാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്പാൻ, ആളുകളുടെ ലൈഫ് സ്പാൻ കൂടുന്നുണ്ട് എന്ന് പറയുന്നത്, ഏജിങ് പോപ്പുലേഷൻ. ദെൻ സ്കൈ റോക്കറ്റിംഗ് ഹെൽത്ത് കെയർ കോസ്റ്റ്. ഇപ്പോൾ അമിതമായിട്ടുള്ളൊരു എന്താണ് ഹെൽത്ത് കെയർ കോസ്റ്റ്, ആക്ച്വലി സിക്ക് കെയർ എന്ന് വേണം പറയാനായിട്ട്. സിക്ക് കെയർ കോസ്റ്റ് വളരെ അമിതമായിട്ട് നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ചെറിയ സംഗതിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തന്നെ മിനിമം 10,000 രൂപയുടെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കൂടി ചിലവാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ റൈസ് ഓഫ് എന്റർപ്രണേഴ്സ്, ഒരുപാട് പുതിയ എന്റർപ്രണേഴ്സ് വരുന്നുണ്ട്, പക്ഷെ അവർക്ക് സക്സസ് ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു വിഷയം. ദെൻ സോഷ്യൽ സെല്ലിംഗ്, സോഷ്യൽ മീഡിയ ത്രൂ സെല്ലിങ്, അതും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ദെൻ ഫിറ്റ് ആൻഡ് ആക്റ്റീവ്. ഇപ്പോൾ എല്ലാവരും തന്നെ ഫിറ്റ് ആൻഡ് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊപ്പം തന്നെ എന്താണ്, ജിമ്മുകളും അതുപോലെ തന്നെ സംഗതികളൊക്കെ വളരെയധികം കൂടി ഇന്നത്തെ സാഹചര്യത്തിൽ വരുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഇതിനെ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഏരിയ ആക്കി മാറ്റാമെന്ന് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു വീഡിയോ ഉണ്ട്. Welcome. We're excited you're here to learn more about Herbalife Nutrition. Our purpose is bold yet simple, to make the world healthier and happier. And our mission, which we have been on since 1980, is a mission for nutrition, helping to guide people to reach their nutrition, fitness, and business goals. The opportunity to help others is growing every day due to several global megatrends. These trends include the obesity epidemic, aging populations, surging healthcare costs, and the rise of entrepreneurship for people of all ages. As an Herbalife Nutrition independent distributor, you'll have access to products, education, and training that will enable you to provide your customers with a personalized nutrition and fitness experience. You'll have an opportunity to help people you care about and people in your local and your online communities. Herbalife Nutrition is the #1 brand in the world in meal replacement and protein supplements combined. Our range of high-quality nutrition products can help your customers achieve inspiring results with the right balance of healthy nutrition, activity, and support. Whether it's our great-tasting Formula One healthy meal nutritional shake mix, targeted nutrition boosters and beverage mixes, digestive health products, an elite sports nutrition line, or our skincare line, we cater to a variety of nutrition needs. And we substantiate the effectiveness of our products scientifically with a team of over 300 scientists, including more than 40 PhDs, and we operate 5 specialized ISO-certified Herbalife innovation and manufacturing facilities.
we also have long-term relationships with our suppliers and can trace our key ingredients back to the farms and fields where they're planted, cultivated, and harvested. But the big difference that makes Herbalife Nutrition special is our distributor. We call it the distributor difference. Today, more and more retail stores are closing, and we believe it's because they've forgotten that providing a high-touch customer experience is critical to customer loyalty. The one-on-one relationship with our distributor provides a personalized nutrition and activity plan, education and training, and support to help keep customers on track. This is why our distributor difference is our greatest competitive advantage. We believe if you treat your customers the way you want to be treated, provide them with education and support, and above all, help them achieve results, they can become customers for life. When you become an independent distributor, you'll also receive this support from other distributors to help you craft a business plan that works for you. As you'll hear from team members today, there are many ways to start and grow your very own Herbalife Nutrition business. And when you do, you'll be joining thousands of others who are seeking flexible work hours, more control of their lives, and the ability to earn extra income. You'll hear examples from those who have embraced the Herbalife business opportunity on a full-time basis, working to build a larger customer community and nurturing a team of distributors with their own strong customer bases. We encourage each of you to talk with several of the successful distributors in the room today. Whatever your goal, whether working part-time or full-time, you can learn valuable business and professional skills from your journey with Herbalife Nutrition. And we're here to support you every step of the way. You can access more information online to help you understand how distributor incomes vary from person to person. Please review our Statement of Average Gross Compensation, which explains the income you can generally expect to earn from Herbalife Nutrition in addition to your retail earnings. There are some common traits among those who join our team and become successful independent distributors. First and foremost, they work hard. They're motivated to learn and service their customers, and they continue their development through ongoing education, training, personal development, networking, and by applying the skills they learn over the course of their Herbalife Nutrition journey. We want you to be self-confident about taking this important first step, starting your very own Herbalife Nutrition business. There's no need for you to overspend or borrow to get started. It's important that you initially acquire only the amount of products that make sense for your own nutritional and startup business needs. If you cancel your distributorship for any reason, we provide a fully refundable 12-month money-back guarantee for the cost of your Herbalife International Business Pack, which you are not required to return. Furthermore, there's a 100% refund guarantee on all unopened products that were purchased within the prior 12 months. And we will pay the cost of return shipping as well. This business opportunity is open to everyone, regardless of background, gender, education, or physical ability. Our purpose is to make the world healthier and happier. And we need people like you to make it happen. Thank you for taking the time to learn more. Okay. അപ്പോൾ എന്തുകൊണ്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഇൻ ഇന്ത്യ. ഒന്ന്, ഇപ്പോൾ നമുക്ക് ഇന്ത്യയൊക്കെ ഗ്രോത്ത് സ്ട്രാറ്റജീസ്, കുറച്ച് സ്ട്രാറ്റജീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചർ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഹെർബാലൈഫിൻ്റെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വുമൺ എംപവർമെൻറ്റ്. ഇപ്പോൾ ഹെർബാലൈഫിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ലേഡീസ് തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹെർബാലൈഫിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾ, നമ്പർ 1 ഇത് ചെയ്യുന്ന ആൾക്കുന്ന ലേഡീസാണ്. ഓക്കെ. പിന്നെ സ്കിൽ ഇന്ത്യ. അപ്പം അതുപോലെ തന്നെ സ്കില്ല്, ഇപ്പോൾ നമ്മളെ ഹെർബാലൈഫിനകത്ത് ഒരുപാട് സ്കില്ല് അക്വയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനുള്ള ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. സ്കില്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഹെർബാലൈഫിൽ
ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ 94 കൺട്രീസിൽ നമ്മളെ ബിസിനസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൺലൈനിൽ പ്രൊഡക്റ്റ് ഓർഡറിങ്, സ്പോട്ടിൽ തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി എടുക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ എന്തുണ്ട് ഹെർബാലൈഫിൽ നമുക്കുണ്ട്. അപ്പോൾ ഡിജിറ്റലി നല്ലൊരു സെറ്റപ്പ് നമ്മുടെ ഹെർബാലൈഫ് കമ്പനിക്കുണ്ട്. ദെൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഒരുപാട് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന മിക്കവാറും ബിസിനസ്സുകൾ എന്താണ് അത് എന്താണ് ലോസായി പോവുകയാണ് ചെയ്യുന്നത്. മിക്കവാറും സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളൊക്കെ ലോസ് ആവുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. ഇപ്പോൾ ഹെർബാലൈഫിനകത്തും സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് 5 പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഒരു പൈസ ഇതില്ലാതെ നമുക്ക് ഹെർബാലൈഫ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനകത്ത് 4 ക്രൈറ്റീരിയ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നല്ല കമ്പനിയിൽ നമ്മൾ ജോയിൻ ആവുന്ന, ഒരു നെറ്റ്വർക്ക് കമ്പനിയിൽ നമ്മൾ ജോയിൻ ആവുന്ന അതിൽ ഒന്ന് കമ്പനി പ്രൊഫൈൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കമ്പനി എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോമ്പൻസേഷൻ പ്ലാൻ, അതിനകത്തുള്ള കോമ്പൻസേഷൻ പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റം. ഇപ്പം ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള കമ്പനീൻ്റെ സപ്പോർട്ട്. ഇത് 4ഉം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പം നമ്മുടെ ഹെർബാലൈഫിൻ്റെ കമ്പനീൻ്റെ പ്രൊഫൈൽ എന്താണെന്ന് നോക്കാം. കമ്പനിയുടെ ഫിലോസഫി എന്ന് പറയുന്നത് 80% ന്യൂട്രീഷൻ, 20% എക്സസൈസ്, 100% മൈൻഡ് സെറ്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് അസോസിയേറ്റ് മാർക്യൂസ്, ഇദ്ദേഹത്തിൻ്റെ 23ാമത്തെ വയസ്സിലാണ് 1980 ഈ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഡ്രീം എന്താണെന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ന്യൂട്രീഷൻ വേൾഡിൽ മൊത്തം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗുഡ് ന്യൂട്രീഷൻ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്യൂസിൻ്റെ ഡ്രീം ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ലോസ് ആഞ്ചലസ് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് 94 കൺട്രീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വിഷൻ, മിഷൻ ആൻഡ് വാല്യൂസ്. ഇപ്പോൾ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചിങ് പീപ്പിൾസ് ലൈഫ്, ആളുകളെ ലൈഫ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. മിഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ദ വേൾഡ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ. എങ്ങനെ? ടു ചേഞ്ച് പീപ്പിൾസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ദ ബെസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇൻ ഡയറക്റ്റ് സെല്ലിംഗ് ആൻഡ് ദ ബെസ്റ്റ് ന്യൂട്രീഷൻ ആൻഡ് വെയ്റ്റ് മാനേജ്മെന്റ് പ്രോഡക്ട്സ് ഇൻ ദ വേൾഡ്. അതായത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ബെസ്റ്റ് ന്യൂട്രീഷൻ ആൻഡ് വെയ്റ്റ് മാനേജ്മെന്റ് പ്രോഡക്ട്സ്, അത് വേൾഡിലെ നമ്പർ 1 വെയ്റ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ്, ന്യൂട്രീഷൻ പ്രോഡക്റ്റ്. ഇപ്പം നമുക്ക് നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, മറ്റു വേൾഡിലെ നമ്പർ 1 ന്യൂട്രീഷൻ കമ്പനിയാണ് ഹെർബാലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അവർ വാല്യൂസ്. വി ഡു ദ റൈറ്റ്, ശരിയായ കാര്യം, ഹോണസ്റ്റ് ആൻഡ് എത്തിക്കൽ തിങ്, വളരെ സത്യസന്ധമായിട്ടും എത്തിക്കലായിട്ടും കാര്യങ്ങൾ. വി ടേക്ക് ദ ഹൈ റോഡ്, കാരണം ഷോർട്ട് കട്ടുകളൊന്നുമില്ല. ഹൈ റോഡ്, ഷോർട്ട് കട്ടുകളില്ലാതെ കറക്റ്റ് വേല് കാര്യങ്ങൾ ചെയ്തു വരുന്നൊരു കമ്പനിയാണ് ഹെർബാലൈഫ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഹെർബാലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹെർബാലൈഫിൻ്റെ പ്രോഡക്റ്റിന് എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഗ്യാരണ്ടി? ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങി എന്ത് റീസണാലും വാങ്ങി ഉപയോഗിച്ചു, റിസൾട്ട് ഇല്ല അല്ലെങ്കിൽ അതെനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് എങ്കിൽ കമ്പനിക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും. എന്ത് റീസൺ ആണെന്നൊന്നും കമ്പനി ചോദിക്കില്ല. വിത്ത് ഷിപ്പിംഗ് ചാർജസ്, കൊറിയർ ചാർജസ്. ഇതാണ് കമ്പനീൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിലിപ്പോൾ അസോസിയേറ്റ് ആകുന്ന ആളുകൾക്ക് കമ്പനി ഗോൾഡ്, കൺസ്യൂമറിന് മാത്രമല്ല അസോസിയേറ്റ്സിനും കമ്പനി എന്ത് ചെയ്യുന്നു, ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അസോസിയേറ്റ് ആയി കുറച്ച് പ്രോഡക്റ്റ് മേടിച്ചു, അദ്ദേഹത്തിന് ഉദ്ദേശ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയില്ല, അതായത് നമ്മൾ ഉദ്ദേശ രീതിയിൽ ആളുകളെ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ
വാങ്ങിയ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ വാങ്ങിയിട്ട് 12 മാസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു കൊടുത്താൽ മതി. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് വിത്ത് കൊറിയർ ചാർജസോട് കൂടിയിട്ട് കമ്പനി എന്താണ് എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നത്. അത്രയും ഗ്യാരണ്ടി, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹെഡ് ഓഫീസ് വന്നിട്ട് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ഹെർബാലൈഫ് വേൾഡ് വൈഡ് 94 കൺട്രീസിൽ ഹെർബാലൈഫ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ഇയർലി സെയിൽസ് ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയാണ് ഹെർബാലൈഫ് എന്ന് പറയുന്നത്. 40 വർഷമായിട്ട് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2015 സജസ്റ്റഡ് റീറ്റെയിൽ സെയിൽ എന്ന് പറയുന്നത് 7 ബില്യൺ. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മില്യൺ ആയിരുന്നു, ഏകദേശം 9 കോടി. ഇപ്പോൾ 2015 അത് 7 ബില്യൺ, ഏകദേശം 45,000 crores. ഇപ്പോൾ നൗ ലാസ്റ്റ് 2019 അത് 65,000 crore കമ്പനീൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇപ്പോൾ വേൾഡിലെ നമ്പർ 1 ന്യൂട്രീഷൻ കമ്പനി ഹെർബാലൈഫ് ഇന്ത്യയിൽ 1999 മുതൽ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് സ്ട്രെങ്ത് അസോസിയേറ്റ് 4.8 lakh അസോസിയേറ്റ്സ്, ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അസിസ്റ്റഡ് ബൈ 300 ഡോക്ടേഴ്സ് വിത്ത് 36 PhDs. 300ഓളം ഡോക്ടേഴ്സ് ആൻഡ് സയന്റിസ്റ്റ് ഹെർബാലൈഫിനകത്ത് അസിസ്റ്റ് ചെയ്യുന്നത്. അതിൽ 36 പേരെന്താണ് PhD ഡോക്ടേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് 9 R&D സെൻറ്റർ ഹെർബാലൈഫ് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഇന്ത്യയിൽ ബാംഗ്ലൂരിലാണ്. ഓക്കെ, ടേൺ ഓവർ ലാസ്റ്റ് ഇയർ 65,000 crores. അപ്പം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NYSE, BSE എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ NYSE, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിൽ 2004 മുതൽ കൺസിസ്റ്റൻ്റ് ലിസ്റ്റ് ഔട്ട് വരുന്ന കമ്പനിയാണ് ഹെർബാലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാസ ഹെർബലൈഫ്. ഇപ്പം ഇതിൽ നമ്മൾക്കൊക്കെ തന്നെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ, ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞ്. ഹെർബാലൈഫിനകത്ത് കാസ ഹെർബാലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് സുനാമി, അതുപോലെ പ്രകൃതിക്ഷോഭം, ഇതിനാലൊക്കെ അനാഥരാവുന്ന കുട്ടികളെ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്ന കുട്ടികളെ ദത്തെടുത്തിട്ട് മദർ കെയർ കൊടുത്ത് വരുന്ന അവർക്ക് ന്യൂട്രീഷനും വേണ്ട എഡ്യൂക്കേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കാസ ഹെർബാലൈഫ് എന്ന് പറയുന്നത്. ഹെർബാലൈഫ് ഫാമിലി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാസ ഹെർബാലൈഫ്. ഇതിൽ ഏകദേശം 1,20,000-ഓളം കുട്ടികൾ ഇപ്പോൾ ഹെർബാലൈഫ് ഈ രീതിയിൽ സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഓരോരോ ഷെയ്ക്കിനകത്തും 1% കമ്പനി ചെലവഴിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രൗഡായിട്ട് ഫീൽ ചെയ്യാം നമ്മളിതിൽ അസോസിയേറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളും ഇതിനകത്തൊരു ഭാഗമാവുന്നുണ്ട്, ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഭാഗമാവുന്നുണ്ട്. നമുക്ക് വെരി പ്രൗഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽ ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതിനകത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ആൻഡ് എക്സലൻസ് ഇൻ സയൻസ് ബിഹൈൻഡ് ദി പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിന് പിന്നിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഡോക്ടേഴ്സ് ആൻഡ് സയൻസ്, 300ഓളം ഡോക്ടേഴ്സ് ആൻഡ് സയൻസ്, ഇവരെല്ലാം തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സാണ്. ഇതിലൊരാൾ നടുവിലിരിക്കുന്ന ലൂയി ഇഗ്നാരോ എന്ന് പറയും. ഇദ്ദേഹം നോബൽ പ്രൈസ് വിന്നറാണ്. നോബൽ പ്രൈസ് വിൻ ചെയ്ത ഏക ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 1998 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്, ലൂയി ഇഗ്നാരോ എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം ഒരു ബുക്ക് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ, നോ മോർ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ഇതിലൂടെയാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം അതുപോലെ തന്നെ ഡേവിഡ് ഹീബർ, ഇദ്ദേഹത്തിൻ്റെ ബുക്ക് മെഡിക്കൽ സ്റ്റുഡൻസ് ഇദ്ദേഹത്തിൻ്റെ ബുക്ക് പഠിക്കാതെ എന്തെങ്കിലും എക്സാം എഴുതുന്നില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം നമ്മുടെ ചെയർമാൻ ഓഫ് ദി അഡ്വൈസറി, ന്യൂട്രീഷൻ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ് ഹെർബാലൈഫിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് സീഡ് ടു ഫീഡ്. സീഡ് ടു ഫീഡ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെയാണ് ഹെർബാലൈഫിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ തയ്യാർ ചെയ്യപ്പെടുന്നത്. ഇത് വിതയ്ക്കുന്നത് മുതൽ നമ്മുടെ കസ്റ്റമറെ കയ്യിലെത്തുന്നവരെ മനുഷ്യകരങ്ങൾ പെടാതെ അത്രയും ഹൈജീനിക് ആയിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജി, ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ.
winner. ഓക്കെ, ഇപ്പം ഇതിനകത്ത് നമ്മളെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോക്കാം. ഹെൽത്തി ന്യൂട്രീഷൻ, ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഹെർബാലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വി സ്റ്റാൻഡ് ഓൺ ഹൈ ലെവൽ ഓഫ് വെൽനെസ്. ഇപ്പം എന്താ നമുക്ക് നോക്കാം. അപ്പം നമ്മളെല്ലാവരും തന്നെ ഒരു ന്യൂട്രൽ പോയിന്റിലിരിക്കും അല്ലേ, ന്യൂട്രൽ പോയിന്റിലിരിക്കും. ഇവിടുന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യത ഇൽനെസ്സിലേക്ക് പോകാനായിട്ടാണ്. വെൽനെസ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇൻലെസ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എങ്ങനെ നമ്മൾ ഇൻലെസ്സിലേക്ക് പോകുന്നത്? ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു സയൻസ് ഉണ്ടാവും, ദെൻ സിംറ്റംസ് കാണിക്കും, ദെൻ അതിൻ്റെ ഒരു ഡിസേബിലിറ്റി വരും, ദെൻ പ്രിമേച്ചർ ഡെത്ത്. ആക്ച്വലി നമ്മളെ ശരിയായ സമയത്തല്ലാതെ പ്രിമേച്ചർ ഡെത്തിലേക്ക് നമ്മൾ പോകും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് നല്ലൊരു എന്താണ് ന്യൂട്രീഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈ ലെവൽ വെൽനെസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹെർബാലൈഫ് ന്യൂട്രീഷനിലൂടെ, ഇപ്പോൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹൈ ലെവൽ വെൽനെസ് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വെൽനെസ്സിൽ. ഓക്കെ, അപ്പം ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇപ്പോൾ ഇതിൽ പുതിയ പുതിയ ആളുകൾ ആരെങ്കിലും ജോയിൻ്റ് ആയിട്ടുണ്ട്, അവർക്ക് ആരാണോ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എങ്ങനെയാണ് നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വെൽനെസ് പറയുന്നത് ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ്, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ വെൽനെസ് എന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ബോഡി ഫാറ്റ്,
bone density, triglycerides, good and bad cholesterol, flexibility, മസിൽ മാസ് എക്സെട്ര. ഇതെല്ലാം തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെൽനസ് പ്രോഗ്രാമിലൂടെ ഇതൊക്കെ നമുക്ക് നോർമൽ കണ്ടീഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ അച്ചീവ് എ പെർഫെക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നല്ലൊരു ലൈഫ് സൈക്കിൾ, പെർഫെക്റ്റ് ലൈഫ് സൈക്കിൾ നമുക്കിതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്ലഷർ, സന്തോഷം, സ്പിരിച്വൽ വെൽനെസ് നമുക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെൽത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സെൽഫ് ഗ്രോത്ത്, നമ്മുടെ ഒരു പേഴ്സണൽ സെൽഫ് ഗ്രോത്ത് നമുക്ക് ഇതിലൂടെ ഉണ്ടാവും. നല്ലൊരു കരിയർ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ ബിൽഡ് ചെയ്യാൻ പറ്റും. വെൽനെസ് കോച്ച് നല്ലൊരു കരിയർ നമുക്കിതിലൂടെ ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫാമിലി ടൈം നമുക്കിതിലൂടെ, നല്ലൊരു ഹെൽത്തി ഫാമിലി നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വെൽത്ത്, നല്ലൊരു വെൽത്ത് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ റെക്കഗ്നേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെക്കഗ്നേഷൻ, ഇതെല്ലാം തന്നെ ചേർന്നിട്ടുള്ളൊരു കമ്പൈൻ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയും, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഹെർബാലൈഫ് ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് എനിക്ക് ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റി, ഇതെല്ലാം കൂടുതൽ സമയമെടുക്കാതെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹെർബാലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, കാര്യങ്ങൾ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് ഒരു 5 മിനിറ്റ് വീഡിയോ. ഓക്കെ, Let's be real. It's like I'm living a dream, but it's how everyone feels. We celebrate with one thing, so let's wave our hands. We can sing, we can dance. I don't want this to end. Feels so good, feels so real. Moment right now, no one can take it away. So glad it happened, and how is what I cherish each day. So let's wave our hands. We can sing, we can dance. I don't want this to end. Feels so good, feels so real. This is
ഓക്കെ, ഇതാണ് ഹെർബാലൈഫ് എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ. ഇത് എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹെർബാലൈഫിനകത്ത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവരിബഡി, എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ടൈം ഇൻകത്തിനേക്കാൾ കൂടുതൽ ഇൻകം എനിക്ക് ഈ ഹെർബാലൈഫ് ഓപ്പർച്യൂണിറ്റി പാർട്ട് ടൈമിലൂടെ, ഞാനിപ്പോൾ പാർട്ട് ടൈമായിട്ട് തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അതിൽ തന്നെ എനിക്ക് ഫുൾ ടൈം ഇൻകത്തിനേക്കാൾ കൂടുതൽ എനിക്ക് പാർട്ട് ടൈമിൽ എനിക്ക് ഇൻകം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഡോണ്ട് തിങ്ക് അബൌട്ട് സേവിങ് മണി, തിങ്ക് അബൌട്ട് മേക്കിംഗ് മോർ മണി. ഇപ്പം നമ്മുടെ പലരും എന്തെങ്കിലും ഒരു ചിലവ് ചെയ്യേണ്ട കാര്യം ഇത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മണി സേവ് ചെയ്യാനാണ് നോക്കുക. സാധാരണ ഇപ്പം ജോബിലുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുക, സാധാരണ സേവ് ചെയ്യാൻ നോക്കുക. പക്ഷേ നമ്മൾ എങ്ങനെ കൂടുതൽ ഇപ്പം നമ്മളുടെ ആവശ്യങ്ങൾ, അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി എങ്ങനെ മേക്ക് മോർ മണി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് വേണം നമ്മൾ ആലോചിക്കാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഡിഫൈൻ ദ ഗോൾസ്. അപ്പം എന്താണ് നമുക്ക് ഗെറ്റ് റിസൾട്ട് ഫോർ യു. ഫസ്റ്റ് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളെ റിസൾട്ട്, നമ്മളെ ഫാമിലിക്ക് ആ റിസൾട്ട്. ദെൻ ഫൈനാൻസ് യുവർ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊരു ഫൈനാൻസ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ദെൻ ബിക്കം എ വെൽനെസ് കോച്ച് ആൻഡ് സ്റ്റാർട്ട് ഏണിങ് മണി ഇൻ യുവർ ഫ്രീ ടൈം. ദെൻ നമ്മളെന്താ ഒരു വെൽനെസ് കോച്ചായിട്ട് നമ്മളെ ഫ്രീ ടൈമിൽ എങ്ങനെ മണി ഏൺ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെൽനെസ് കോച്ചാണ്. ബിൽഡ് എ ബിസിനസ് ആൻഡ് എ കരിയർ. ദെൻ ബിൽഡ് എ ബിസിനസ് ആൻഡ് എ കരിയർ. ഇതിനൊക്കെ ഇപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആരാണോ ലിങ്ക് അയച്ച അയാൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരും എങ്ങനെ ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യാമെന്നും എങ്ങനെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ റീച്ച് ചെയ്യാനും ഇത് ചെയ്യാനും നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന, എനിക്ക് ഒരു ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെ എൻ്റെ സ്പോൺസർ ഇബ്രാഹിം സാറിന് ഞാൻ താങ്ക്സ് പറയുകയാണ്. താങ്ക്സ് ടു മൈ സ്പോൺസർ. ദെൻ നമുക്ക് വേണ്ട സപ്പോർട്ട്, ട്രെയിനിങ്സ് സപ്പോർട്ടുകളൊക്കെ ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ മെൻറ്റർ ആൻഡ് ട്രെയിനർ സുന്ദർ സാർ ആൻഡ് മീനാക്ഷി മേഡം. താങ്ക്സ് ടു സുന്ദർ സാർ ആൻഡ് മീനാക്ഷി മേഡം. സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ ജെറാൾഡ് ബെനോ സാർ. ഇതുപോലൊരു സൂം മീറ്റിംഗ്, അതുപോലത്തെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് വേണ്ട ട്രെയിനിങ്സൊക്കെ വന്ന് കാലിക്കറ്റിലുമൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ട എറണാകുളത്തൊക്കെ നമുക്ക് ട്രെയിനിങ്സ് വന്ന് ചെയ്തു തരുന്ന ആളാണ് ജെറാൾഡ് ബെനോ സാർ. ബെനോ സാറിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ദെൻ താങ്ക്സ് ടു ഹെർബാലൈഫ് ന്യൂട്രീഷൻ for this wonderful opportunity. We have a new company at number 2, and that company is from the USA with $4.9 billion in revenue, Herbalife Nutrition. Congratulations to Michael Johnson, John Agunabi, and all at Herbalife. അതായത് ഇപ്പോൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ വേൾഡിൽ തന്നെ നമുക്ക് അമേരിക്ക 2ാം സ്ഥാനത്താണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ വേൾഡിൽ. ഇന്ത്യയിൽ നമ്പർ 1 ആണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ടു മാർക്യൂസ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകിയതിന് നമുക്ക് തന്നത് മാർക്യൂസിന് നല്ലൊരു താങ്ക്സ് നമുക്ക് പറയാം. ഓക്കെ, love you all. Thank you all the best. Thank you. Over to Joji.